അമേരിക്കയിലെ മോഹൻ ഭാഗവതിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള വിമർശനം ഉയരുകയാണ്. അത് ഉയർത്തുന്നത് മറ്റാരുമല്ല, നമുക്കൊക്കെ അറിയാവുന്ന വ്യക്തി തന്നെയാണ്. കാരണം ഫലസ്തീനു വേണ്ടി സംസാരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളെ വെള്ളപൂശുന്ന സുഹ്റാൻ മംദാനി പുതിയ ന്യൂയോർക്കിന്റെ മേയറായിട്ടുണ്ട്. അദ്ദേഹമാണ് ഇപ്പോൾ മോഹൻ ഭാഗവത്തിന് നേരെ രംഗത്തെത്തിയിരിക്കുന്നത്. മോഹൻ ഭാഗവത് വലിയ രീതിയിലുള്ള വർഗീയവാദിയാണ് എന്ന രീതിയിലാണ് ഇയാൾ സംസാരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് അദ്ദേഹത്തിന്റെ ചേതോവികാരം മനസ്സിലാകും. കാരണം അദ്ദേഹത്തിന് അങ്ങനെ മാത്രമേ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവമാണ്. പക്ഷേ ഇപ്പോൾ അതിനെതിരെ ഒരു സംസാരം അമേരിക്കയിൽ നിന്ന് തന്നെ വന്നിരിക്കുകയാണ്. അതായത് ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ RSS തലവൻ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന പരിപാടിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ രൂക്ഷമായി വിമർശിച്ച് US ഗായികയും നടിയുമായിട്ടുള്ള മേരി മിൽബൺ രംഗത്തെത്തിയിരിക്കുകയാണ്. താൻ ആരാണ് ഇതൊക്കെ പറയാൻ എന്നാണ് മേരി മിൽബൺ ചോദിച്ചിരിക്കുന്നത്. ന്യൂയോർക്ക് സിറ്റി മേയർ സുഹ്റാൻ മംദാനി ഉൾപ്പെടെയുള്ള വിമർശകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും BJPയോടും ഉള്ള എതിർപ്പിന്റെ പേരിലാണ് പരിപാടി എതിർക്കുന്നതെന്ന് മിൽബൺ എക്സിലൂടെ ആരോപിച്ചു. അതായത് പച്ചയ്ക്ക് പറയുകയാണ്, താങ്കൾ ഒരു മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് ആണ്. മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ലോകത്തിലെ മറ്റൊരു മതസ്ഥരെയും അംഗീകരിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള താൻ നരേന്ദ്രമോദിക്കും മോഹൻ ഭാഗവതിനും എതിരാണ്. ആ മോഹൻ ഭാഗവത് ഇവിടേക്ക് വരുമ്പോൾ താൻ അയാൾക്കെതിരെ സംസാരിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരുവിധ കുഴപ്പവും ഇവിടെയുള്ള അമേരിക്കക്കാർ കാണുന്നില്ല. അത് തൻ്റെ ജനിതക ഗുണമാണ് എന്നാണ് ഇപ്പോൾ മിൽബൺ പറയുന്നത്. ന്യൂയോർക്ക് സിറ്റി മേയർ സുഹ്റാൻ മംദാനി ഉൾപ്പെടെയുള്ള വിമർശകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അനുഭാവപൂർവ്വം പ്രവർത്തിക്കുന്നവരല്ല എന്നും അവർ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെയും ആഗോള സമ്പർക്ക പരിപാടികളുടെയും ഭാഗമായി 5000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന യൂണിവേഴ്സൽ വൺനെസ് ആഘോഷത്തിൽ പങ്കെടുക്കാനാണ് മോഹൻ ഭാഗവത് എത്തുന്നത്. US ഹൈന്ദവ സമൂഹത്തിന്റെ ഒത്തുചേരലായാണ് ഈ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈന്ദവ സമൂഹത്തിന്റെ ഒത്തുചേരൽ എന്നൊക്കെ കേൾക്കുമ്പോൾ സുഹ്റാൻ മംദാനിക്ക് സ്വാഭാവികമായും ചൊറിച്ചിലുണ്ടാകുക സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എന്നാണ് മിൽബൺ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.